ഇതൊക്കെയാണെങ്കിലും ഇടയ്ക്ക് ഭാര്യയുടെ പേരിൽ ഒരു പേരുദോഷം കേട്ടു. എൻ്റെ ഭാര്യ ടെൻഷൻ ഉണ്ടായി. എൻ്റെ ഭാര്യയ്ക്ക് ഒരു പേരുദോഷം അല്ലല്ല, മന്ത്രി എന്നിട്ട് രാജിവെച്ചു. അതെ, അത് രാജിവെച്ചത് ഞങ്ങൾ അന്തസ്സുള്ളവരായതുകൊണ്ട്. അവർക്ക് 75,000 രൂപ UGC പെൻഷൻ കിട്ടുന്നുണ്ട്. UGC പ്രൊഫസറല്ലേ, അവർ പ്രൊഫസർ പോലും അല്ലായിരുന്നാണ് ഓരോരുത്തർ. വാസ്തവമായ അതൊക്കെ വരുന്നില്ലേ. പ്രൊഫസർ പോലും അല്ലായിരുന്നു, കോമേഴ്സ് പ്രൊഫസർക്ക് എന്ത് കാര്യം? അവരവിടെ ഹാജരായ 7 പേരിൽ അതിന് മാർക്ക് സ്കോറാണ്, ചുമ്മാ നിയമിച്ചതല്ല. പാർട്ടിയുടെ സഹായം ഞങ്ങൾ തേടിയില്ല, ഗവൺമെൻറ് സഹായം തേടി, ആരുടെ സഹായം തേടാ അതാണ് അവൾ പോയത്. ഞാൻ അവരോട് പറഞ്ഞ് പോകാതിരുന്നത് യൂണിവേഴ്സിറ്റിയുടെ ക്രിമിനൽ സംഘത്തിൻ്റെ കയ്യിലാണ്. അവിടുത്തെ ആ ഷൈനിങ് അക്കാഡമിക് ആത്മഹത്യ എന്നേ ഇവിടെ നിന്ന് പോയി. അവിടെ തമ്പലടിച്ച് കിടക്കുന്ന മുൻ സിൻഡിക്കേറ്റ് മറ്റവർ മറിച്ചവരെ യൂണിയനകത്തുള്ള കുറച്ച് പലതരം യൂണിയനല്ലേ, ഇവരെല്ലാം കൂടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്വേഷിച്ചാൽ സഹി കെട്ടുപോകും. അതിന് പോകാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിലും എനിക്കൊരു ജോലിക്കാണ് പോയി. സ്കോറാണ് 72 മാർക്കാണ്. ആ സ്കോർ കുറയ്ക്കാനോ കൂട്ടാനോ പറ്റില്ല. 6 PhD-ക്കാരെ അവിടെ വെളിയിൽ, അവർക്ക് PhD ഉണ്ടെന്ന് മാത്രമല്ല 6 PhD-ക്കാരെ പ്രൊഡ്യൂസ് ചെയ്ത് വെളിയിലിറക്കി. എന്നുവെച്ചാൽ 6 പേർക്ക് PhD കിട്ടി, അതിന് 10 മാർക്ക് വീഴും. അവർക്ക് മാത്രമേ ഉള്ളത്. ഒരൊറ്റ PhD-ക്കാരനെ ആരും വഴി ഇറക്കിയിട്ടില്ല. 3500 വിദ്യാർത്ഥികളുണ്ടായിരുന്ന ST കോളേജിലെ ഏറ്റവും പഴയ പ്രൈവറ്റ് കോളേജ്, അവിടുത്തെ MCom ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്നു അവൾ. വൈസ് പ്രിൻസിപ്പലായിരുന്നു. 31 വർഷമാണ് അധ്യാപക വൃത്തി. 22ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു, 25ാമത്തെ വയസ്സിൽ അധ്യാപികയായി. ഇത്രയും ദീർഘകാലം മറ്റു തരത്തിലുള്ള അക്കാഡമിക് പുസ്തകങ്ങൾ അതെല്ലാം ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ആ സ്കോറാണ് വീഴുന്നത്. തൊട്ടടുത്ത ആൾ 68 കിട്ടി, ഇത് 78 ഉണ്ട്. ഇതല്ലേ യാഥാർത്ഥ്യം? അതിനെന്തെല്ലാം എഴുതി പിടിപ്പിക്കുന്നത്? യൂണിവേഴ്സിറ്റിക്കകത്തുള്ള ഒരു കോക്കസുമായി ചേർന്ന് ഈ പ്രശ്നം എഴുതിയുണ്ടാക്കിയത്. അവസാനം അത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് അവരുടെ രാജിവെച്ചു, അവർക്ക് വേണ്ട. എന്നിട്ട് ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഒരു രേഖ തിരുത്തി അവിടെ. അതായത് ഈ ഡോംടെക് എന്ന് പറയുന്ന ഈ സ്വാശ്രയ കോഴ്സുകളുടെ ഡയറക്ടറെ സ്ഥിരമായി നിയമിക്കണം, അതിന് സ്റ്റാറ്റ്യൂട്ടിൽ ചേഞ്ച് വരുത്തണം എന്നൊരു വാചകം. സിൻഡിക്കേറ്റ് അങ്ങനെ തീരുമാനിച്ചില്ല. സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് അതിനെ സ്ട്രെങ്തൻ ചെയ്യണമെന്ന് മാത്രമാണ്. ഈ രജിസ്ട്രാർ എഴുതി ചേർത്തു. അതിൽ തകഴിലെ ഒരു പഴയ കോൺഗ്രസ് പ്രവർത്തകനാണ്. അതിനോട് വന്നപ്പോൾ ഇടതുപക്ഷം ചമയുകയാണ് യൂണിവേഴ്സിറ്റിക്കകത്ത്. അയാൾക്കാണ് രജിസ്ട്രാറിന് ചാർജ് കൊടുത്തത്. അയാൾ ഈ കോൺഗ്രസിന് വേണ്ടി എഴുതി ചേർത്തു. അതുകൂടി കണ്ടപ്പോഴാണ് രാജിവെച്ചത്. അപ്പോൾ അയാളെ നീക്കം ചെയ്തു. എന്തോ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തിനാണ് ഇത് ചെയ്തത്? ഇത് എന്തിനാണ് ചെയ്തത്? എൻ്റെ ഭാര്യ പാർട്ടിയെ സ്വാധീനിച്ചോ? ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചോ? ഇതൊരു വലിയ പോസ്റ്റാണ്. 35,000 രൂപയുടെ ശമ്പളം. ഇതൊരു വലിയ പോസ്റ്റാണ്. 5 മാസം ഇരുന്നു. അവരവിടെ അതിഗംഭീരമായ ഒരു നിർദ്ദേശം സമർപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും ശരിയായ നിയമനം നടത്തി അവരെ തേജോവധം ചെയ്ത് പുറത്താക്കായിരുന്നു. പാർട്ടി സെക്രട്ടറിയുടെ പലരും ചോദിച്ചു, എന്തിനാണ് രാജിവെച്ചത്? എന്ത് കാര്യത്തിനാണ് രാജിവെച്ചത്? P ജയരാജനും ബാലനും അവരെല്ലാവരും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ആത്മാഭിമാനമുള്ളതുകൊണ്ട് രാജിവെച്ച് സമ്മതിച്ചു. അവരെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ആരുടെയും ശുപാർശയില്ലാതെ ഒരു പാർട്ടി കുടുംബത്തിൽപ്പെട്ട 10-42 വർഷമായി എന്നോടൊപ്പം 30-40 വർഷത്തോടൊപ്പം ജീവിക്കുന്ന, മന്ത്രിയായിരുന്നു ഞാൻ, MLA ആയിരുന്നു, സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു, ജില്ലാ, എന്തെങ്കിലും ഒരു ആരോപണം അവരെപ്പറ്റി പറയാനില്ലാത്ത അവരെ 35,000 ഉരുവായ്ക്ക് വേണ്ടി അവിടെ. അതല്ല, അവൾക്കാണ് യോഗ്യത കിട്ടിയത്. ആ സ്ഥാനത്ത് വരാൻ ആഗ്രഹിച്ച ചില ആളുകൾ, അത്രയും ക്വാളിഫൈഡ് ഇല്ലാത്തവരെ ചില മാധ്യമ സുഹൃത്തുക്കളുമായി ചേർന്ന് കാണിച്ചിട്ടുള്ളത് സഹിക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ മാധ്യമ സുഹൃത്തുക്കൾ എന്തിനു കാണിച്ചു? ഇത് ആ മാർക്ക് ഷീറ്റ് എടുത്ത് നോക്കിക്കോളൂ. 101% കറക്റ്റായ ഒരു നിയമനം. അത് വേണ്ടാന്ന് വെച്ചാൽ സാരമില്ല, കുഴപ്പമില്ല. അവർക്ക് അർഹതയുണ്ടായിരുന്നു തുടരാൻ. അതിന് പ്രൊട്ടക്ഷൻ കിട്ടിയില്ല. നീതിക്ക് അവിടെ പ്രൊട്ടക്ഷൻ കിട്ടിയില്ല. ഒരു മന്ത്രിയായതുകൊണ്ട് ഞാൻ പ്രൊട്ടക്ഷന് വേണ്ടി ആവശ്യപ്പെടാനും പോയില്ല. ഞാൻ ഒരു മനുഷ്യനോടൊരു വാക്ക് പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. ഞാൻ പ്രതികരിക്കുന്നതിനെ പരസ്യമായിട്ട് ഇപ്പോഴാദ്യമായിട്ടാണ്. അങ്ങ് ചോദിച്ചുകൊണ്ടാണ്. എല്ലാവർക്കും പരിശോധിക്കാം. ഞാൻ പുകച്ച് പുറത്ത് ചാടിക്കുന്നത്. അതിനെപ്പറ്റി ലേഖനം എഴുതി BPR ഭാസ്കർ. എങ്ങനെ ജൂബിലിയെ പുകച്ച് പുറത്ത് ചാടിച്ചു എന്ന് ജൂബിലി പറഞ്ഞില്ല. അത് പറഞ്ഞാൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിരുന്നു. പോസിറ്റീവായിട്ട് കുമാരതുടി എന്നൊരാളുണ്ടായിരുന്നു യൂണിയനിൽ. അയാളെ ഫേസ്ബുക്ക് പോസ്റ്റർ ഇട്ടു. സത്യസന്ധമായി ജോലി കിട്ടിയ സ്ത്രീ അവമാനിക്കുകയായിരുന്നു. അതേസമയം സാമൂഹ്യ വിരുദ്ധമാണ് ക്രിമിനൽസും സാധാരണ ഫേസ്ബുക്കിൽ ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത തെമ്മാടിത്തരം എഴുതുമല്ലോ. അത് കുറേ എഴുതി സാരമില്ല. അതും ആ പരീക്ഷണത്തിൽ ഞങ്ങൾ ജയിച്ചു, ഞങ്ങളുടെ കുടുംബം ജയിച്ചു. അവൾക്ക് എന്നാൽ നല്ലൊരു ജോലി എനിക്ക് സ്വാധീനിച്ചാൽ വാങ്ങിച്ചു കൊടുത്തൂടെ? ഞാൻ ചോദിക്കാം, വാങ്ങിച്ചു കൊടുത്തൂടെ? വാങ്ങിച്ചു കൊടുക്കാമല്ലോ. സംസ്ഥാനത്തെ ഉത്തരവാദിത്തമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ആരോണം ഉന്നയിച്ചോ?
അതിന് പറഞ്ഞല്ലോ ഇതുവരെ BJP യിലോ UDF അവരാരും അത് ഉന്നയിച്ചില്ല. കാരണം അവിടെ താഴെയുള്ള 1-2 അനുയായികൾ പറഞ്ഞതിൽ കാര്യമായിട്ടൊന്നും വന്നില്ല. അപ്പോൾ അത് അവമാനിക്കുകയായിരുന്നു. എനിക്ക് നേരെയുള്ള ആക്രമണമായിരുന്നു അത്. മനസ്സിലായില്ല, അത് പരാജയപ്പെട്ടു. അവിടെ നല്ല ശക്തമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തു. അപ്പം ഞങ്ങളുടെ കുടുംബത്തെ സ്ത്രീകൾക്കുമുണ്ട് ആത്മാഭിമാനം, അവർക്കുമുണ്ട് നിലപാട്. അവർ രാഷ്ട്രീയ പ്രവർത്തകയൊന്നുമല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ജി. സുധാകരൻ